10ാം ക്ലാസ് വിദ്യാഭ്യാസവും പേരിന് ഒരു ഡിപ്ലോമയും അതും വെച്ചുകൊണ്ട് ലോകത്തിലേക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഓയിൽ കമ്പനികളിൽ ഒന്നിൻ്റെ ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റായിട്ട് മാറുക. അവിടെ നിന്ന് ദൈവം വഴി നടത്തിയ അനുഭവങ്ങൾ ഇന്ന് നമ്മോട് പങ്കുവയ്ക്കുവാനായിട്ട് തീ പിടിച്ചവരുടെ പുതിയ എപ്പിസോഡിൽ സ്നേഹ ബഹുമാനപ്പെട്ട ബ്രദർ റാഫേൽ മാപ്രാണി ഇന്ന് നമ്മളോട് പങ്കുവയ്ക്കുന്നു. ബ്രദറെ, സ്വാഗതം. വിശംസായിരിക്കട്ടെ. അങ്ങേ ഞാൻ വിശേഷിപ്പിച്ചത് കേവലം 10ാം ക്ലാസ് വിദ്യാഭ്യാസവും ഒരു ചെറിയ ഡിപ്ലോമയും എന്നാണ്. സത്യമായിട്ടും. പക്ഷെ കർത്താവിൻ്റെ കരുണ ഒരുപാട്. ഈ ചെറിയ ഒരു തുടക്കത്തിൽ നിന്ന് അവിടുന്ന് അങ്ങ് എത്തി നിന്ന ഒരു വലിയ നിലവാരത്തിലേക്ക് അതെങ്ങനെയാണ് അത് സാധ്യമായത്? ആദ്യമായിട്ട് എല്ലാ ക്രെഡിറ്റും കർത്താവിനാണ്. ഞാൻ എന്തായിരിക്കുന്നു കർത്താവിൻ്റെ കൃപയാൽ മാത്രമാണ്. കാരണം എനിക്ക് മേന്മ പ്രാപിക്കാൻ കർത്താവിലല്ലാതെ ഒന്നുമില്ല. അത് ആദ്യം ഞാൻ സമ്മതിക്കുന്നു, പറയുകയും ചെയ്യുന്നു. പിന്നെ ഞാൻ ഈ തീ പിടിച്ചവരെന്നുള്ള പ്രോഗ്രാം കാണാറുണ്ട്. അതിൽ പലരുടെയും അനുഭവം, കർത്താവിന് വേണ്ടി അവർ സഹിച്ച കഷ്ടപ്പാടുകൾ ഞാൻ തുലനം ചെയ്യുമ്പോൾ എൻ്റെ വളരെ ചെറുതാണ്. അതാദ്യം പറഞ്ഞിട്ടാണ് ഞാൻ ആരംഭിക്കുന്നത്, വളരെ നിസ്സാരമായിട്ട്. എന്നാലും അണ്ണാറക്കണ്ണൻ തന്നാനായിരുന്ന പോലെ ചെറുതിനും അതിന് വിലയുണ്ടല്ലോ. നിശ്ചയമായിട്ടും ഉണ്ട്. എൻ്റെ ജീവിതത്തെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. 6 വയസ്സിൽ എൻ്റെ അമ്മ മരിച്ചു. അപ്പനാണ് ആദ്യം ഒരു മദ്യപാനിയായിരുന്നു. അമ്മയുടെ വേർപാട് വലിയ മദ്യപാനിയാക്കി. അപ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ദാരിദ്ര്യം, ഞെരുക്കം, പട്ടിണി, പ്രയാസങ്ങൾ, അങ്ങനെയൊക്കെയായി. പക്ഷെ അവിടെ കർത്താവിൻ്റെ വലിയൊരു കരുണ ഞങ്ങളുടെ കുടുംബത്തിനോട് ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ അപ്പൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളും എനിക്ക് മൂത്ത കുറേ അവരൊക്കെ ഒരു അവറേജ് ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ മഹാതല്ലിപ്പൊടികളൊന്നും അങ്ങനെ പറയാൻ തക്ക അല്ലായിരുന്നു. അതായത് എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് കർത്താവിൻ്റെ മാല ചെല്ലുക, സന്ധ്യാപ്രാർത്ഥന, ഞായറാഴ്ച കുർബാന മുടക്കാതിരിക്കുക, കാറ്റഗിസം, അതുപോലെ തന്നെ മാസത്തിലൊരു കുംസാരം, ഇങ്ങനെ ഒരു നല്ല പാരമ്പര്യ. ഞങ്ങൾ ഉല്ലൂക്കാരാണ്, വലിയൊരു മാപ്രാണികളാണ്. അപ്പോൾ അവിടെയൊക്കെ ഒരു ചിന്നറോമൊന്നൊക്കെയാണ് പെറ്റ് നെയിമായിട്ട് പറയാം. അപ്പോൾ അവിടെയുള്ള പഴയ ക്രിസ്ത്യാനികളൊക്കെ ഏകദേശം ഇതേപോലെ തന്നെയാണ്. അതായത് നമ്മൾ സന്ധ്യയ്ക്ക് ഒരു ഇടവഴിക്കൂടെയോ സൈഡിൽ കൂടെ പോയാൽ എല്ലാ വീട്ടിൽ നിന്നും ഒരുപോലെ പ്രാർത്ഥന കേൾക്കാൻ പറ്റും. അതായത് വേണമെങ്കിൽ 1 മണിക്കൂർ നടന്നാൽ കംപ്ലീറ്റ് ഒരു കുടുംബ പ്രാർത്ഥന മുഴുവൻ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കാൻ പറ്റും. ഇന്നിപ്പോൾ ആ സമയത്ത് ടിവിയുടെയും സീരിയലിൻ്റെ ശബ്ദങ്ങളാണ് കേട്ടോ, അത് വേറെ കാര്യം. ഞാനൊരു 64 വയസ്സായി എനിക്ക്. അപ്പോൾ ഒരു എൻ്റെ 10 വയസ്സ് 8 വയസ്സ് കാലഘട്ടത്തിലെ കാര്യം പറയണേ. അങ്ങനെ ദാരിദ്ര്യമായി. പിന്നെ പഠിക്കാൻ ഭയങ്കര ആഗ്രഹമുള്ളൊരു ബാലനായിരുന്നു. മാർഗമില്ല. എൻ്റെ അപ്പനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പൻ ഞങ്ങളെ ശിക്ഷിച്ചിട്ടുള്ളത് ഒരു കാര്യത്തിന് മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് ആത്മീയ കാര്യത്തിൽ. അത് കുടുംബ പ്രാർത്ഥന, അങ്ങനെ കർത്താവ് അപ്പോൾ ഉറങ്ങുക, അല്ലെങ്കിൽ കുർബാനയ്ക്ക് പോക്ക്, ഇങ്ങനെ ആത്മീയ കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായാൽ മാത്രമേ ഞങ്ങൾക്ക് ചീത്തയടി കിട്ടിയിട്ടുള്ളൂ. അല്ലാണ്ട് അതായത് അപ്പൻ മദ്യപാനി ആയിരുന്നെങ്കിലും ഈ പ്രാർത്ഥന പോലെയുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ ചെലുത്തി. ഭയങ്കര കടുംപിടുത്തക്കാരനാണ്. അതിന് ശിക്ഷ കിട്ടുകയും ചെയ്യും. അപ്പോൾ അമ്മ മരിച്ചുകൊണ്ട് അപ്പൻ്റെ ഒരു അമ്മായി, അപ്പൻ്റെ പെങ്ങളല്ല അമ്മായി, അപ്പൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു പെങ്ങൾ ഭർത്താവ് ഉപേക്ഷിച്ച് പോയതാണ്. അന്നൊക്കെ സിലൂണിൽ പോണ പരിപാടി ഉണ്ട്. അങ്ങനെ പിന്നെ വന്നില്ല. അപ്പോൾ അവരാണ് പിന്നെ ഞങ്ങൾ കൊച്ചുകുട്ടികളാണ്. എനിക്ക് 6 വയസ്സുള്ള അമ്മ മരിക്കുമ്പോൾ എൻ്റെ താഴെ 2 ഉണ്ട് ഓക്കെ. അപ്പോൾ ഞങ്ങളെ നോക്കാൻ അവർ കുറച്ച് ക്രൂവൽ ലേഡി, കുറച്ച് ഇങ്ങനെ പഴയ ആളുകളല്ലേ, ആന്തരികപൂർവ്വം എന്നൊക്കെ ഇപ്പോഴല്ലേ നമ്മൾ മനസ്സിലാക്കണേ. അപ്പോൾ ആരെങ്കിലും ഉറങ്ങിയോ അപ്പം വന്ന് രാത്രി ആദ്യം ചോദിക്കണം ആരെ ഉറങ്ങിയെന്ന് പ്രാർത്ഥനയ്ക്ക്. അപ്പോൾ അപ്പായി ഉറങ്ങി അപ്പോൾ കടി. ഇങ്ങനെയുള്ളതല്ലാണ്ട് വേറെ മക്കൾ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞേനോ അല്ലെങ്കിൽ തോറ്റേനോ ഏത് ക്ലാസ്സിലെ മക്കൾ പഠിക്കണമെന്ന് ചോദിച്ചാൽ അപ്പനറിയില്ല. പിന്നെയാണോ ജയിച്ചത് തോറ്റ്, അതാണ് ജീവിതാവസ്ഥ. അതിന് പഠിക്കാൻ ഞാൻ ഉന്തിത്തള്ളി 10ാം ക്ലാസ് വരെ എത്തി. ഒരു ഡിപ്പം. അപ്പോൾ കാശില്ല. അപ്പോൾ ഞാൻ കണ്ട കാര്യം എവിടെ ഇറക്കാൻ പോയില്ല. അപ്പോൾ നല്ല ആരോഗ്യം, ഇങ്ങനെ നല്ല ആരോഗ്യം പാരമ്പര്യമായിട്ട് വന്ന നല്ല ഹെൽത്തി ബോഡി ആയിരുന്നു. മാത്രമല്ല എത്ര പണിയെടുത്താലും ക്ഷീണമില്ല, ഒന്നുമില്ല കേട്ടോ. ഞാനൊക്കെ കുറേ ദൂരെയുള്ള ധ്യാന കേന്ദ്രങ്ങളിലാണ് സുവിശേഷ വേലയ്ക്ക് അവരെ സഹായിക്കാൻ പോയിരുന്നു. മോട്ടോർ സൈക്കിളിലാണ് പോവുക. അത് ഏറ്റവും വലിയ, അത് 3.5 മണിക്കൂറൊക്കെ മോട്ടോർ സൈക്കിൾ ഓടിച്ചാലാണ് അവിടെ എത്തുള്ളൂ. നിർത്താണ്ട് ഓടിച്ചാൽ 3.5-4 മണിക്കൂർ. അപ്പോൾ അത്രയും ദൂരമാണ് സ്ഥലങ്ങൾ, ഞാൻ പറയില്ല. അപ്പോൾ ആഴ്ചയിൽ 2 പ്രാവശ്യം അങ്ങോട്ട് പോകണം. അങ്ങനെയൊക്കെ ചില സ്ഥലങ്ങളിലേക്കൊക്കെ ഈ കൊടുങ്കാട്ടിക്കൂടെയൊക്കെയുള്ള യാത്രയാണ്. 10-500 പ്രാവശ്യം
അത് ഏറ്റവും ഈ മോട്ടോർ സൈക്കിളിന് പോയിട്ട് ഒരു ക്ഷീണം ഉണ്ടായിട്ടില്ല. മോട്ടോർ സൈക്കിൾ അവിടെ വെച്ച ഉടനെ സ്റ്റേജിലേക്ക് കയറണം. അങ്ങനെയാണ് അറേഞ്ച്മെൻറ്റ്സ്. അപ്പോൾ ഈ നല്ല ആരോഗ്യം ദൈവം നല്ലത് തന്നിട്ടുണ്ട്. അപ്പോൾ കന്ന് പൂട്ടാൻ പോകും. ഉച്ചവരെ നില ഒഴുകുക, അതാണ് കന്ന് പൂട്ടാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ലോക്കൽ ഭാഷയിൽ. ഉച്ചവരെ പഠിക്കാൻ പോകും. അങ്ങനെ പഠിച്ച് ഡിപ്ലോമ എടുത്ത് ബോംബെക്ക് പോയി. ദൈവത്തിൻ്റെ കരുണ അദൃശ്യമായിട്ട് സമൃദ്ധമായിട്ടുണ്ടായിരുന്നു. അതൊന്നും അതായത് പറഞ്ഞാൽ എല്ലാത്തിനും ക്രെഡിറ്റ് കർത്താവിനാന്ന് പറഞ്ഞതിൻ്റെ കാരണം ആലോചിക്കുമ്പോൾ പരിപാലിച്ച വഴികൾ ഭയങ്കരമാണ്. ഓരോ വഴികളും അത് ലോകത്തിൻ്റെ ബോംബെ ചെന്ന അന്ന് ജോലി കിട്ടി. പുലർച്ചെ 4 മണിക്കാണ് ഞാൻ കല്യാണിലാണ് എത്തണേ. അപ്പോൾ എൻ്റെ ഒരു ചേട്ടൻ എന്ന് പറഞ്ഞാൽ സ്വന്തം ചേട്ടനല്ല, വല്യപ്പൻ്റെ മകൻ ജോർജ് എന്ന് പറയും. അപ്പോൾ വൈകിട്ട് അപ്പോൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായി ഞാൻ എന്നതാ പഠിച്ചേക്കണേ. ഒരു ഇൻ്റർവ്യൂ ചെന്ന അന്ന് തന്നെ പാസ്സായി. അപ്പോയിൻമെൻറ്റ് ലെറ്റർ തന്നു. അന്നൊക്കെ അങ്ങനെയാണല്ലോ, ലെറ്റർ തന്നു. പിറ്റേ ദിവസം കാലത്തോട്ട് ജോലിക്കും പോയി. അവിടുന്ന് അന്ന് ഏത് പ്രായമുണ്ടായിരുന്നു? അന്ന് 18 വയസ്സുണ്ടാവും. 18 അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. 18 വയസ്സുണ്ടാവുള്ളൂ. അവിടെ നിന്ന് ഒരു 3-4 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു ബ്രിട്ടീഷ് കമ്പനി എന്നെ ദുബായിലേക്ക് കൊണ്ട് ഇൻ്റർവ്യൂ പാസ്സായിട്ട്. അന്നൊക്കെ ബോംബെ നിന്നാണ് ആളുകൾ പോവുക. നല്ല കമ്പനി, വളരെ നല്ല കമ്പനി. സാധാരണ ഗൾഫുകാരെ പോലെ കൊല്ലത്തിൽ 1 മാസം ലീവ് വരവ്, അങ്ങനെയൊക്കെ സാധാരണ ഗൾഫുകാരുടെ പോലെയാണ്. 7 മണിക്ക് വണ്ടി വരും, കയറുക, 4 മണിക്ക് തിരിച്ചു വരും. അപ്പോൾ ഇന്നത്തെ പോലെ ടെലിവിഷനോ മൊബൈൽ സൗകര്യങ്ങളൊന്നും ഇല്ല അന്നൊന്നും. അല്ലെങ്കിൽ സാധാരണക്കാർക്ക് എത്തിപ്പിടിക്കാൻ പറ്റാവുന്ന വളരെ റിച്ച് ഒക്കെ ആയിരിക്കും അത്. അപ്പോൾ ഫ്രീ ടൈം 4 മണി കഴിഞ്ഞാൽ ഫ്രീയാണ്. അപ്പോൾ ഞങ്ങൾ മുറിയിൽ 5 പേരും ചെറുപ്പക്കാർ, കല്യാണം ബാച്ചിലേഴ്സ് എന്ന് പറയും, കല്യാണം കഴിയും. അപ്പോൾ അതിൽ ഒരാൾക്ക് ഒരു ദിവസം ഭക്ഷണം പാചകം ചെയ്യണം. അപ്പോൾ ബാക്കി ദിവസം ഞങ്ങൾക്ക് ഫ്രീ. അപ്പോൾ ഒരു ദിവസം ഇതുള്ള. അപ്പോൾ ബാക്കി സമയങ്ങൾ ഞാൻ കർത്താവിൻ്റെ കാര്യങ്ങളോട് താല്പര്യം. അന്ന് ഭക്തിയുണ്ട്. അങ്ങനെ 82 ഞാൻ ലീവ്. അപ്പോൾ എല്ലാ വർഷവും ലീവുണ്ട്. 82 ലീവിൽ വന്നപ്പോൾ ഇങ്ങനെ അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ അന്നൊരു സിസ്റ്റം ഉണ്ട്, ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. ഇങ്ങനെ നാട്ടിൽ ബോംബെന്നോ അല്ലെങ്കിൽ വിദേശത്തൊക്കെ വന്നു കഴിഞ്ഞാൽ കന്യാസ്ത്രീകളൊക്കെ അടുത്ത ബന്ധുക്കൾ ചേച്ചിമാർ, ഇപ്പോൾ വല്യപ്പൻ്റെ മക്കൾ 2-3 കന്യാസ്ത്രീകളുണ്ട്. എൻ്റെ അപ്പൻ്റെ ഒരു പെങ്ങളുള്ളത് കന്യാസ്ത്രീയാണ്. അപ്പോൾ ഇവരൊക്കെ പോയി കാണണം. വല്യപ്പൻ്റെ മക്കളാണെങ്കിലും ഞങ്ങളൊരു കോമ്പൗണ്ടിലാണ് താമസിക്കുന്നത്. 5 ഏക്കറിൻ്റെ 2.5 ഏക്കർ വല്യപ്പന്, 2.5 ഏക്കർ എൻ്റെ അപ്പൻ, 2 മക്കളുള്ളൂ. അപ്പോൾ സ്വന്തം സഹോദരങ്ങളെ പോലെ, അപ്പോൾ കസിനാണെങ്കിലും സ്വന്തം ചേച്ചിമാരെ പോലെ. പ്രായ വ്യത്യാസമുണ്ട്, 10-20 വയസ്സുണ്ട്. അപ്പോൾ ഒരു അമ്മയുടെ വാത്സല്യത്തോടെ ഞങ്ങൾ അമ്മയിൽ ഒരു അനാഥരെ പോലെയാണല്ലോ, അതും ഉണ്ടല്ലോ. അപ്പോൾ സ്നേഹം കൂടുതലുണ്ട്. അപ്പോൾ ഈ പെങ്ങളെ കാണാൻ പോയി. സിസ്റ്റർ ഫീലിയ എന്ന് പറയും. അങ്ങനെ കുറച്ച് അന്നൊക്കെ ഒരു സിസ്റ്ററാണ്. അങ്ങനെ ഫീലിയ സിസ്റ്റർ അന്ന് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവർ കുറന്താ കുരിശ് അങ്ങനെ കുറേ സാധനങ്ങൾ തരും. എനിക്ക് തന്നത് ബൈബിളാണ്. അന്നാണ് ഈ POC ബൈബിൾ ഞാൻ കാണുന്നത്. അത് 81-ലാണ്. ആദ്യത്തെ കോപ്പിയിലൊരു കോപ്പി ആയിരിക്കാം കിട്ടിയിട്ടുണ്ടാവുക. 1000 കോപ്പി ആദ്യം ഇറങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കിയേക്കണേ. അതിലൊന്നായിരിക്കാം. എന്തായാലും കിട്ടി. പിന്നെ ലീവ് കഴിഞ്ഞ് ഞാൻ പോകേണ്ട സമയമായി. പോയപ്പോൾ ഇത് കൊണ്ടുപോയി. അതിനു മുമ്പ് ബൈബിൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ ഓർമ്മയുള്ളൂ. അത് പുതിയ ശേഷം മാത്രമുള്ളത് ഓർമ്മയില്ല. ഓക്കെ, അങ്ങനെ ഞാൻ ദുബായിൽ കൊണ്ടുപോയി. അപ്പോൾ എന്തായാലും കൊണ്ടുവന്നതല്ലേ, ഫ്രീ ടൈം കുറേ ഉണ്ട്. ഈ TV മൊബൈലൊന്നും ഇല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് 4 മണി കഴിഞ്ഞാൽ ഫ്രീ. അപ്പോൾ ഞാൻ അത് വായിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റാണ് ഈ ചരിത്രം. അപ്പോൾ ഇതിൽ ഹിസ്റ്ററികളല്ലേ നമ്മൾ തുടക്കം. അപ്പോൾ ക്യൂരിയോസിറ്റി, ഭക്തിയല്ല, അറിയാനുള്ളതാണ്. ഭക്തിയുണ്ട്, ഒരു ആവറേജ് ഭക്തിയുണ്ട്. അത്ര വലിയ ഭക്തിയൊന്നുമില്ല, ആവറേജ്. പിന്നെ ദുബായിയുടെ ഒരു പ്രത്യേകത അന്നിട്ട് ഇന്നല്ല, 80 കാലഘട്ടങ്ങളിലൊക്കെ പ്രത്യേകത, ഇവിടുന്ന് പ്ലെയിൻ അങ്ങോട്ട് കയറിയ ബോംബെ നിന്നാണ് പോക്ക് മുഴുവനും ആത്മീയ അനുഷ്ഠാനങ്ങളൊക്കെ പോയി. പിന്നെ വർഷത്തിലൊരിക്കൽ വല്ല വെള്ളിയാഴ്ചയോ ഈസ്റ്ററിനോ ക്രിസ്മസിനൊക്കെ പള്ളി പോകുന്ന അവസ്ഥയാണ് ബാച്ചിലേഴ്സിന്. ഫാമിലിക്കാരൊക്കെ വളരെ അപൂർവമാണ് അന്ന്. ഇന്നൊക്കെ വളരെ കോമണാണ്. അവരുടെ കാര്യം എനിക്കറിയില്ല. പള്ളി എന്ന് പറഞ്ഞാൽ ദുബായ് പള്ളി എനിക്കറിയാം, കൊച്ചൊരു പള്ളിയാണ്. ഒരു 10-200 പേർക്ക് ഇരിക്കാവുന്ന പള്ളിയാണ് അന്നുണ്ടായത്. ഇന്നിപ്പോൾ വലിയ പള്ളി ഒക്കെ, വലിയ ഒരുപാട് 10,000-4,000 പേര്, വളരെ വലിയ പള്ളിയാണ്. ഒക്കെ ഏഷ്യയിലെ തന്നെ വലിയ പള്ളികളൊന്നാണ്. അപ്പോൾ അന്നത്തെ കാര്യം പറയണത് 80കളുടെ കാലം. അങ്ങനെ വായിക്കാൻ തുടങ്ങി. വായിച്ച് അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ക്രിസ്ത്യാനികൾ തന്നെ, കൂടെ ഉള്ള 3-4 പേരുണ്ടല്ലോ ബാച്ചേഴ്സ്. അവർ വിചാരം ഞാൻ നാട്ടിൽ പോയിട്ട് ഭയങ്കര ഭക്തനായി. ഞാൻ ഭക്തി ഉണ്ടെന്നല്ല, അറിയാൻ വേണ്ടി വായിക്കണേ. അങ്ങനെ ഏശയ്യ 60-ാം അധ്യായത്തിലെ 1-ാം വാക്യം അത് വായിച്ചപ്പോൾ എഴുന്നേറ്റ് പ്രകാശിക്കുക, ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ മേലുദിച്ച് ജനതകളുടെ ഇങ്ങനെയൊക്കെയുള്ള അത് ഹൃദയത്തിലേക്ക് പേഴ്സിങ് ടു ഹാർട്ട് എന്നൊക്കെ പറയില്ലേ, തുളച്ച് കയറുന്ന പോലത്തെ ഒരു വീണ്ടും വായിച്ചു. വീണ്ടും അതെന്തൊരു എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അഭിഷേകമോ എന്തോ സംതിങ് ഡിഫറെൻറ്റ്. അങ്ങനെ അത് അപ്പോൾ അപ്പോഴേക്ക് സമയമായി പോകേണ്ട വണ്ടി വന്നു, ഓണടിച്ചു, ഇറങ്ങിപ്പോയി. അപ്പോൾ ഇതിങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ കെടുക്കുക. ഈ വചനം കർത്താവിന് വേണ്ടി സാക്ഷിയാണ് ഇങ്ങനെ വചനം പറയാനൊരു ദാഹം. ഇതൊന്നും ഒരു ധ്യാനം കൂടിയിട്ടൊന്നും ഉണ്ടായിട്ടുള്ള ഒന്നല്ല.
ഇതെല്ലാം അതാ ഞാൻ കർത്താവിൻ്റെ കരുണയാണ് മുഴുവൻ ഞാൻ പറയേണ്ടതിൻ്റെ കാരണം അബ്സല്യൂട്ട്ലി ദൈവം നടത്തിയത് മാത്രമേ ഉള്ളൂ. ഒരു എൻ്റെ സ്വന്തം എന്ന് പറയാൻ പാവം മാത്രമേ എനിക്കുള്ളൂ. അല്ലാണ്ട് വേറൊരു ക്രെഡിറ്റ് എനിക്കിതിൽ പറയാനില്ല എൻ്റെ സുവിശേഷ വേല ഇന്ന് വരെ നടത്തിയാലും. അങ്ങനെ അന്ന് വേറൊരു സംഭവം ഉണ്ടായി. അന്ന് അപ്പം എൻ്റെ കൂടെ ചേരുന്ന ഒരുത്തൻ മംഗലാപുരം ഒരു ലോബോ എന്ന് പറയും. ലോബോ ചോദിച്ചു, ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് എനിക്കറിയോ? എന്നിട്ടന്ന് ബുധനാഴ്ച. അപ്പോൾ തലയ്ക്കും ബുധു ഇന്ന് ആഷ്വൻസിൻ്റെ അന്ന് നമ്മുടെ ആഷ്വൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കരിക്കുരു ബുധനാണ്, കടവുൾ ദിവസമാണ്, ഒബ്ലിഗേറ്റഡ് ഡേ, കുർബാനയ്ക്ക് പോകേണ്ട ദിവസമൊക്കെയാണ്. അവൻ പറഞ്ഞു നാട്ടിലിതൊക്കെ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അന്നൊക്കെ ബുധനാഴ്ചയായിരുന്നു, ഇന്നത്തെ പോലെ തിങ്കളാഴ്ചയല്ല. ലാറ്റിനിൽ ഇപ്പോഴും ബുധനാഴ്ച തന്നെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ സന്ധിക്കാണ് ദുബായ് പള്ളിയിൽ മിക്കവാറും ഇത് അവിടേക്ക് അങ്ങനെ സന്ധിക്കാണ് 6 മണി 7 മണിക്ക് കുർബാന. അപ്പോൾ 6:30 കുർബാനയുണ്ട്. അപ്പോൾ അന്ന് കുർബാനയ്ക്ക് പോവാണ്. പിന്നെ അതങ്ങോട്ട് എല്ലാ നമ്മുടെ ഞായറാഴ്ചയ്ക്ക് പകരം അവിടെ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചകൾ കുർബാന തുടങ്ങി. അതിനാ വലിയ നോമ്പിൻ്റെ ആരംഭത്തിലാണ്. അപ്പോൾ വലിയ നോമ്പിൽ ഹോളി അഷ്വൻസിലെ ഹോളി വീക്ക് വന്നപ്പോൾ അപ്പോൾ മലയാളികൾക്ക് വേണ്ടി ഒരു ധ്യാനം ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ധ്യാനമുണ്ട്. അപ്പോൾ ഓരോ കുറേ ഭാഷക്കാരുണ്ട്. മലയാളികൾ, അതുപോലെ സിനോണികൾ, അവർക്ക് സിംഗള ഭാഷ, ഫിലിപ്പീൻസ് കുറേ ഉണ്ട്, തങ്കാലു ഭാഷ, പിന്നെ അറബി ക്രിസ്ത്യൻസ് കുറേ ഉണ്ട് കേട്ടോ. ഈജിപ്റ്റ്, ലെബനൻ, അവർക്ക് അറബിയിൽ ധ്യാനം, അങ്ങനെ ഇംഗ്ലീഷ്, കോമൺ ആയിട്ട് ഇംഗ്ലീഷ്. ആലപ്പുഴയുള്ള ഒരു ആൻ്റണി അച്ഛനാണ്, പേരൊന്നും ഞാൻ ഓർക്കല്ലേ, കുറേ 81 കാര്യം ഞാൻ പറയണേ. അങ്ങനെ 3 ദിവസത്തെ ചെറുത് 1.5 മണിക്കൂറൊക്കെ ഉള്ളൂ, ഒരു അരമണിക്കൂർ ആരാധന, ചെറുത് ഇന്നത്തെ പോലെ നിന്ന്. അന്ന് അച്ഛൻ പറയാണ് ഇങ്ങനെ നാട്ടിലിങ്ങനെ കരിസ്മാറ്റിക് പ്രെയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ, അന്നാണ് ഈ വാക്ക് ആദ്യം ഞാൻ കേൾക്കണേ. പരിശുപിതാവിന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലഘട്ടമാണ്. അത് എല്ലാ ഇടവുകളും അത് വേണമെന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ഒരെണ്ണം തുടങ്ങണം. അപ്പോൾ വെള്ളിയാഴ്ച നമുക്ക് 2-3 മണി. അപ്പോൾ അവിടുത്തെ ഈ വലിയ ദിവസങ്ങളിലൊക്കെ പള്ളി ഒരു പള്ളിയല്ലോ, എല്ലാ ഭാഷക്കാരും. അപ്പോൾ ഈ 2 മണിക്കൂറൊക്കെ ഇങ്ങനെ സ്ലോട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് കിട്ടിയത് 2 തൊട്ട് 4 വരെയാണ്. അപ്പോൾ നമുക്ക് 1.5 മണിക്കൂർ മറ്റ് കുരിശൻ വഴി കാര്യങ്ങൾ, അരമണിക്കൂർ തുടങ്ങാം. അങ്ങനെ അച്ഛൻ്റെ നേതൃത്വം തുടങ്ങാം. അപ്പോൾ ഞങ്ങളൊക്കെ ചെന്നു. ഞങ്ങളന്ന് ഏകദേശം ഒരു 40-50 പേരുണ്ട്. പിന്നെ അച്ഛൻ പോയി, പിറ്റേ ദിവസം അച്ഛൻ പോയി. പിന്നെ അവിടെ ഉള്ളതിൽ ഇത് മിടുക്കന്മാരൊക്കെ കൂടി സെക്രട്ടറി, അങ്ങനെ കോർഡിനേറ്റർ, അങ്ങനെയൊക്കെ ആയിട്ട് ഒരു വരാന്തിയാണ്, സ്കൂളിൻ്റെ ഒരു വരാന്തിയ പള്ളി ഓടിച്ച്. അങ്ങനെ ഇരുന്നിട്ട് ചുരുങ്ങി അത് 20 പിന്നെ അവസാനം 5-8 പേരായി. അതിലൊരാളായിട്ട് അങ്ങനെ കണ്ടിന്യൂ. അപ്പോൾ ദൈവത്തിൻ്റെ കരുണയാൽ മിക്കപ്പോഴും എനിക്ക് കിട്ടുക വചനം പറയാനാണ്. അതിന് എനിക്ക് ഉള്ളതിൽ സ്വന്തമായിട്ടൊരു ബൈബിളുള്ള ആൾ ഞാനാണ്. അന്ന് ബൈബിളെന്നൊക്കെ അമൂല്യ വസ്തുവാണ്, നമ്മുടെ കാത്തലിക് ബൈബിളേ. മാത്രമല്ല അതിനു മുമ്പ് ഞാൻ കുറേ വായിച്ചല്ലോ. ഇപ്പോൾ കുറേ വലുതില്ല, എന്താ പറയുക, കുരുടൻ നാട്ടിൽ കോങ്ങണൻ രാജാവെന്ന് പറഞ്ഞ പോലെ ചെറുത് അങ്ങനെ പറയാൻ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് സുവിശേഷമല്ലേ. അപ്പോൾ എനിക്ക് പിന്നെ ദാഹമായി. അപ്പോൾ എന്ത് ചെയ്തു, ഈ 4 മണി കഴിഞ്ഞാൽ ഫ്രീ ആണല്ലോ. ഞാനിങ്ങനെ പേഴ്സൺ ടു പേഴ്സൺ അവിടെ ക്യാമ്പുകളൊക്കെ ഉണ്ട്. ചിലപ്പോൾ കന്നഡക്കാരാവും, തെലുങ്കന്മാരാവും, അവരോട് ഇങ്ങനെ വചനം പറയാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ ഈ സമയം കർത്താവിന് കൊടുക്കാൻ തുടങ്ങി. സമയമൊക്കെ ശരിക്കും നമ്മൾ ദശാംശം എന്ന് പറഞ്ഞാൽ നോട്ട് ഓൺലി മണി, നമ്മുടെ എല്ലാത്തിനും 10-1 ഞാൻ ദശാംശം കൊടുക്കുന്നവനാണ്. ചിലപ്പോൾ 10 സമയത്തിൻ്റെ ദശാംശം സമയത്തിന് അങ്ങനെ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് പറ്റി, ഈ കമ്പനിയിൽ നിന്ന് കുറേയും കൂടി. അപ്പം ഞാൻ പോയതൊരു ബ്രിട്ടീഷ് കമ്പനി എന്നെ കൊണ്ടുപോയത്. അവിടുന്ന് ലോകത്തിൽ തന്നെ വൺ ഓഫ് ദി വലിയ ഓയിൽ ലോകത്തിലൊരു ടെക്നീഷ്യന്, എൻ്റെ ലെവലിൽ ഞാൻ പറയണേ കേട്ടോ, പക്ഷേ ഒരു ടെക്നീഷ്യന് ഈ ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും ഉയർന്ന ശമ്പളം കിട്ടുന്ന കമ്പനികളാണ് ഓയിൽ കമ്പനി. ഒരു സാധാരണ ടെക്നീഷ്യൻ്റെ കാര്യമാണ് പറയുന്നത്. അതിൽ തന്നെ ഓയിൽ കമ്പനി കുറേ ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്നത് അമേരിക്കൻ ഓയിൽ കമ്പനികളാണ്. അമേരിക്കയിൽ തന്നെ അതിലേറ്റവും ഉയർന്നതാണ് കൊണോക്കോ എന്ന് പറയും. ആ കൊണോക്കോയുടെ ദുബായ് ബ്രാഞ്ചിൽ ജോലി കിട്ടാം. ജോലി എന്ന് പറഞ്ഞാൽ 7 ദിവസം ജോലി ചെയ്താൽ 7 ദിവസം മുടക്ക്. അപ്പോൾ എനിക്കൊരു പാഠം കർത്താവ് പഠിപ്പിച്ചു. നീ നിൻ്റെ സമയം ചിലവഴിച്ചു, നീ എത്ര ചിലവാക്കിയ അതിൻ്റെ 10 ഇരട്ടി 100 ഇരട്ടി എന്നല്ലേ. ഒരു പാത്രം വെള്ളം കൊടുത്താൽ 100 ഇരട്ടി ലഭിക്കാതെ പോയില്ല എന്നല്ലേ മർക്കോസ് 9:41 നമ്മുടെ കർത്താവ് പറഞ്ഞു. അപ്പോൾ 100 ഇരട്ടി പിന്നെ കാശ് കൊടുക്കാമെന്നാണ്. ഇന്ന് വരെ സാമ്പത്തിക മേഖലയിൽ എനിക്കൊരു ഞെരുക്കം വന്നിട്ടില്ല. അതിന്റെ കാരണമായിട്ട് അങ്ങ് പറയുന്നത് ഈ ഞാൻ പറയുന്നതല്ല, ഞാൻ പറയുന്നത് സെക്കൻഡറി ആണ്. ബൈബിൾ പറയുന്നത് സുഭാഷിതം 11:24 പറയുന്നു, ഒരുത്തൻ ഉദാരമായി നൽകിയിട്ടും കൂടുതൽ സമ്പന്നനാകുന്നു, മറ്റൊരുവൻ നൽകേണ്ടത് പിടിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ അങ്ങയുടെ ശമ്പളത്തിൽ വർധനമുണ്ടായി. ശമ്പള വർധന ഉണ്ടായി. പിന്നെ ഇൻക്രിമെന്റ്, പ്രൊമോഷൻ, ഇൻക്രിമെന്റ്, അങ്ങനെ കയറുണ്ട്. അത് വേറെ തലത്തിൽ. ഞാൻ ഒരിക്കലും അങ്ങയുടെ പ്രസംഗത്തിൽ എവിടെയോ എന്നോ ഇങ്ങനെ ഒന്ന് പറഞ്ഞു കേട്ടു, ലോട്ടറി അടിക്കുന്നത് പോലെയായിരുന്നു ശമ്പളം. സത്യമാണത്. എന്നെ സംബന്ധിച്ച് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റും
പറ്റാത്തത്ര ശമ്പളങ്ങളും വരുമാനങ്ങളും, അതുപോലെ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ചെലവഴിക്കാനും സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷമാണ്. ഞാൻ ബേസിക്കലി ഞാനൊരു പിശുക്കനാണ്. എൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ വളരെ ഏറ്റവും ചെറിയ ലോ പ്രൊഫൈൽ ജീവിതമാണ്. പക്ഷെ കർത്താവിൻ്റെ കാര്യത്തിന് വേണ്ടി എനിക്ക് വളരെ സന്തോഷം. ഇപ്പോഴും അതെ, അന്നും അതെ. അതിന് വേണ്ടി എത്രയും ചെലവഴിക്കാൻ ദൈവരാജ്യത്തിന് വേണ്ടി അത് സന്തോഷമുള്ള കാര്യം. സന്തോഷമാണ്, ഭയങ്കര സന്തോഷം, ഭാരമല്ല, ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് ദൈവം തരുന്ന ശ്രേഷ്ഠമായ അവസരമായിട്ടാണ് കാണുന്നത്. അതിനൊരു റീസണും കൂടി ഉണ്ട്. എനിക്ക് വ്യക്തമായിട്ട് ഞാൻ ബൈബിളിനെ 100% കണ്ണടച്ച് വിശ്വസിക്കുന്നവനാണ്. ബൈബിളോ അങ്ങനെ തന്നെ, അതിലൊരു മാറ്റം ഉണ്ടെന്ന് ഞാൻ വ്യാഖ്യാനം പോലും നമുക്ക് വിഷയമല്ല. വ്യാഖ്യാനം പോലും സെക്കൻഡറി ആണ്. പ്രൈമറി ഐ എം അബ്സല്യൂട്ട്ലി 100% അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെ, അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യത്തെ 5 അധ്യായങ്ങൾ കഥയാണ്, അല്ലെങ്കിൽ കഥ പോലെ കാണണം എന്നൊക്കെയുള്ള പ്രസംഗങ്ങളൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടല്ലോ, ഞങ്ങൾ ധ്യാനിപ്പിക്കുന്നവർക്കും ധ്യാനം കൂടണേ. അപ്പോൾ അതിൽ ചില ഡോക്ടറേറ്റ് ഒക്കെ എടുത്തവർ പറയാറുണ്ട്, കേൾക്കും, ഇതിലൊക്കെ ഇതാളും. പക്ഷെ ഞാനൊന്നും അംഗീകരിക്കുന്നില്ല. ഇതെങ്ങനെ തന്നെയാണെന്ന് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നവനാണ് ഞാൻ. അത് മരണം വരെ ഇനി എന്തൊക്കെ അതിന് ഇനി ദൈവാത്മാവതല്ലേ പറയണേ. ഗലാത്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യം വായിച്ച ഗലാത്യർ 1:8 ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ച് മറ്റു ഞങ്ങളോ സ്വർഗ്ഗ ദൂതൻ തന്നെ വന്ന് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. യാമിനെ സൂനോദോസിലെ 1-ാം നൂറ്റാണ്ട് ക്രോഡീകരിക്കണേ. പിന്നെ ട്രെൻ സൂനോസിലേതിനെ കുറഞ്ഞുകൊണ്ട് എല്ലാവരും. അപ്പോൾ അന്ന് ലോകത്തിലെ ഏറ്റവും ജ്ഞാനികളെ പരിശുദ്ധാത്മാവ് ക്രോഡീകരിച്ചിട്ടാണ് ഇതുണ്ടാക്കിക്കണേ. അന്ന് ലോകത്തിലെ ഏറ്റവും ഇന്നിപ്പോൾ ഈ പറയുന്ന വലിയ വലിയ ഡോക്ടർ ജ്ഞാനികളാണ് ഇതുണ്ടാക്കി. അന്ന് എത്രയോ 71 ദിവസത്തിൽ എത്ര എണ്ണം തള്ളിക്കളഞ്ഞു. 219 ഞാൻ ഒരിക്കൽ വായിച്ചപ്പോൾ അന്നുണ്ടായിരുന്നത് യാമിനേശ്വരൻ. അതിന് കുറേ തള്ളിക്കളഞ്ഞു. എന്നിട്ടാണിത് ദൈവനിവേശിതമാണ് കാനുവെന്ന്. അപ്പോൾ അങ്ങനെ ഇത് 1 തൊട്ട് 10 വരെ എൻ്റെ ചെറിയ ബുദ്ധിയുണ്ടോ, അത് അധികാരിയായിട്ടില്ല, എൻ്റെ ചെറിയ ബുദ്ധി. നമ്മൾ പറഞ്ഞു വന്നത് അങ്ങ് കൃത്യമായിട്ട് ദശാംശം എല്ലാ കാര്യങ്ങളിൽ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഈ പറഞ്ഞ സമത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഈ സമയത്തിന്റെ കാര്യത്തിൽ പോലും ദൈവം ഇങ്ങനെ അത് അനേക ഇരട്ടിയായിട്ട് ഒരാഴ്ച മുടക്ക്, മറ്റൊരു വർഷം ജോലി ചെയ്താൽ 1 മാസം ലീവ് കിട്ടുക. പിന്നെ ഈ ഒരാഴ്ച മുടക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ കമ്പനി മാറ്റി ഈ ഒരാഴ്ച 4 ആഴ്ച ഒരുമിച്ച് വലിയ 4 ആഴ്ച മുടക്ക് വിത്ത് സാലറിയാണ്. ശമ്പളമുണ്ട്, നോട്ട് ഓൺലി സാലറി, കമ്പനി എല്ലാ വീട് വരെയുള്ള എല്ലാ എക്സ്പെൻഡിച്ചർ. ഇനി ഇടയ്ക്കൊരു 5 സ്റ്റാർ ഹോട്ടലിൽ താമസിച്ച് ആ വൗച്ചർ എഴുതി കൊടുത്താൽ അതും കൂടി പേയ്മെൻറ്റ്, കമ്പനി എല്ലാ ചിലവും വിത്ത് സാലറിയോട് കൂടിയ ലീവാണ് കിട്ടുന്നത്. ഒരു മാസം ജോലി ചെയ്യുക, 1 മാസം വീട്ടിൽ വരിക. മാസമല്ലേ 20 എന്ന് പറയുക ഷെഡ്യൂളിന് 28 ദിവസം അതിന് വിത്ത് ഓൾ സാലറി, ഓൾ ഫെസിലിറ്റീസ്. കമ്പനി വരാനുള്ള പോകാനുള്ള എല്ലാ ടിക്കറ്റും എല്ലാ സൗകര്യവും. അവിടെ ഇറങ്ങി ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുക. ഞങ്ങൾക്ക് അങ്ങനെയാണ് എംപ്ലോയീസിന്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞൊരു അക്കോമഡേഷൻ, സ്റ്റാർ അക്കോമഡേഷൻ, കുറച്ച് 3 സ്റ്റാർ 5 സ്റ്റാറിൽ അക്കോമഡേഷനാവും. അങ്ങനെ അപ്പോൾ സമയം കൊടുത്തപ്പോൾ സമയം, ആരോഗ്യം, ദൈവത്തിൻ്റെ കരുണയാൽ 64 വയസ്സായി. ഇപ്പോഴും ഒരു അട്ടപ്പാടിക്ക് മോട്ടോർ സൈക്കിൾ ഓടണോ ഞാൻ പോകും. ഇന്നാളും പോയി ഇവിടെ തൃശ്ശൂരിന്ന് എവിടെ വേണമെങ്കിലും പോകും. അതും ഏറ്റവും വില പറഞ്ഞ മോട്ടോർ സൈക്കിളിൻ്റെ പിശുക്കനാന്ന് ഞാൻ പറഞ്ഞല്ലോ, ഫ്യൂൽ കൺസംഷൻ. വാസ്തവത്തിൽ അതിൻ്റെ ആവശ്യമുണ്ടോ? ദൈവം നമുക്ക് തന്നിരിക്കുന്ന നന്മകളെ നമുക്ക് വിനിയോഗിക്കുന്നതിൽ തെറ്റുണ്ടോ? ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. ഞാൻ എൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ദാരിദ്ര്യമായിട്ട് ജനിച്ചുകൊണ്ടതാണ്. യു ആർ റൈറ്റ്, നിങ്ങൾ പറഞ്ഞാണ് ശരി, അത് ഉപയോഗിക്കുന്നത് തന്നെയാണ് ശരി. ആവശ്യമല്ല. ഇപ്പോൾ കുറേശ്ശെ മക്കളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി, അന്ന് പറഞ്ഞ പോലെ പറയാൻ തുടങ്ങി, അതിൻ്റെ മാറ്റങ്ങളായി തുടങ്ങി. ഇപ്പോൾ കാറൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. എന്നാലും എൻ്റെ മനസ്സിൽ എന്തിനിപ്പോൾ ഈ ആവശ്യമില്ലാണ്ട് ഇത് 100 രൂപയ്ക്ക് അല്ലെങ്കിൽ 150 രൂപ പെട്രോളിൻ്റെ വിലയ്ക്ക് കൊടുത്ത് അതുകൊണ്ട് അത്രേ ഉള്ളൂ. അത് എൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു ന്യൂനതയാണ്. യു ആർ റൈറ്റ്. ഇപ്പോൾ ദൈവം തന്നുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണ്. അതന്നെ ശരി. ശരി, നിങ്ങളുടെ ചോദ്യം നിങ്ങളുടെ ഭാഗമാണ് അതിന് ശരി കേട്ടോ. അതെൻ്റെ ഒരു എന്താ പറയുക, ന്യൂനതയെന്ന് പറയാൻ പറ്റില്ല. കാരണം അങ്ങ് ശീലിച്ചു വന്നത് അങ്ങനെയാണ്. അത് തന്നെയല്ല, നമ്മൾ ഈ ഒത്തിരി അനാവശ്യ ചെലവുകളൊക്കെ ഒഴിവാക്കാൻ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലും ഒക്കെ ചെലവുകളൊക്കെ കണ്ടമാനം വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ നമ്മളൊരു മിതത്വം എല്ലാത്തിലും സൂക്ഷിക്കുന്നത് നല്ലതാണ്. അതെ അതെ, മിതത്വം. അത് മാത്രമല്ല, ഞാൻ അയ്യോ ഇപ്പം ഈ കാശ് കൊണ്ട് 500 രൂപ ദരിദ്രന് കൊടുത്താൽ ചിലപ്പോൾ ഒരാഴ്ചയുള്ള ഭക്ഷണം നടക്കില്ല. അങ്ങനെ ആ ഒരു സ്വഭാവം മനസ്സിലുണ്ട്. ചാരിറ്റിയോടൊരു താല്പര്യമുണ്ട് മനസ്സിൽ, അതുണ്ട്. അതൊക്കെ ചിന്തിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ദശാംശം കൃത്യമായിട്ട് കൊടുക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. അതെ അതെ. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എല്ലാ മേഖലയിലും കണ്ടുവരുന്നെന്ന് പറഞ്ഞു. ദശാംശം അങ്ങ് ആർക്കാ സാധാരണ കൊടുക്കുക? ഞാൻ ദശാംശം സുവിശേഷ വേലയ്ക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് ഞാനല്ല, ഞാൻ സെക്കൻഡ് ദൈവം പറയുന്നു. ദൈവം പറഞ്ഞിരിക്കുന്നത് തോബിത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം. തോബിത്ത് 1. അവിടെ ഒരു 30% കൊടുക്കുന്നതിനെ കുറിച്ച് 30%. 10% സുവിശേഷ ദേവാലയം ദേവാലയ ശുശ്രൂഷ, മറ്റൊരു 10%
ദേവാലയത്തിൽ പോയി ചെലവഴിക്കണം. പക്ഷേ ആ നിയമം ഇന്ന് കാലഘട്ടം ഒമിറ്റ് ചെയ്യാം. ബിക്കോസ് ഇന്ന് ജെറുസലേം ദേവാലയം AD 70 നശിക്കപ്പെട്ടല്ലോ. അപ്പോൾ അത് ഒമിറ്റ് ചെയ്യാം. അപ്പോൾ മൂന്നാമത്തെ ഒരെണ്ണമാണ് നമ്മൾ ചാരിറ്റി ചെയ്യണം. ആസ് എ ക്രിസ്ത്യൻ, ആദമിൻ്റെയും അല്ലെങ്കിൽ ത്രൂ നോഹ, ഇതിലൂടെ നമ്മളൊക്കെ സഹോദരങ്ങളാണ്. അപ്പം അതിൽ തന്നെ നമ്മൾ ഞെരുങ്ങുന്ന സഹോദരങ്ങളെ സഹായിക്കാൻ കടപ്പെട്ടിട്ടുണ്ട്. അതായത് ചാരിറ്റി ചെയ്യാൻ കടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ക്രിസ്ത്യാനിയുടെ അടിസ്ഥാന കടമകളിലൊന്നാണ് എഫെസ്യർ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നത്, സകലവിധ സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തു. അപ്പോൾ നമ്മുടെ അടിസ്ഥാന കടമയാണ്. പക്ഷേ ദശാംശത്തിൽ നല്ല ചെയ്യേണ്ടത് അതിന് പുറത്ത് എന്ന് ബൈബിൾ പറയുന്നു. അതിന് ബാക്കി 90% ഒരു മാസം. പിന്നെ ഈ ദശാംശം കൊടുത്താലും പോരാ. ഇന്ന് ഒരുപാട് ആളുകൾ എന്നോട്, ഞാൻ കുറേ കാലമായല്ലോ, 83 തുടങ്ങിയതാണ്, അപ്പം 37-38 വർഷമായി. ഒരുപാട് ആളുകൾ ബ്രദറെ ഞങ്ങൾ ദശാംശം കൊടുക്കുന്നുണ്ട്, ഞങ്ങളുടെ സാമ്പത്തിക മേഖല പച്ചപിടിക്കില്ല, ദശാംശം കൊടുത്തോണ്ട് കാര്യമില്ല, കൊടുക്കേണ്ട പോലെ കൊടുക്കണം. ബൈബിളിൻ്റെ ഒരു പ്രത്യേകത, കുറേ അതായത് നല്ല നിലത്ത് വിതച്ചാൽ ഫലം കൊയ്യോ. ഓക്കെ, സംവാട്ടം ഓക്കെ. ബൈബിളിൽ ഒരു ക്ലാരിറ്റി ഉണ്ട്. ബൈബിളിനെ ആധാരമാക്കി പറഞ്ഞുതരാം. ബൈബിളിൻ്റെ ഒരു പ്രത്യേകത, ബൈബിളിൽ ഓരോ കാര്യം ചെയ്യാൻ ഓരോ പ്രൊസീജിയർ ഉണ്ട്. ദർ ഇസ് എ പ്രൊസീജിയർ, നോട്ട് ഓൺലി ബൈബിൾ. ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിനും ഒരു പ്രൊസീജിയർ ഉണ്ട്. ഒരു സാമ്പാർ വെക്കുകയാണെങ്കിൽ അതിൽ പുളി നമ്മൾ അവസാനം ഒഴിക്കുള്ളൂ. മീൻകറിയിൽ ആദ്യം പുളി ഒഴിക്കും, ഇറച്ചിക്കറിയിൽ പുളി ഒഴിക്കില്ല. 3 കറിയാണ്, 3 പ്രൊസീജിയറാണ്. എന്നാലും അതിൻ്റെ ഔട്ട്പുട്ട് എന്നാണ് രുചി കിട്ടുള്ളൂ. നമുക്ക് തെങ്ങും റബ്ബറും ഉണ്ട്. തെങ്ങിന് കട മാന്തി നമ്മൾ ചപ്പും ചോറും ചാണകം ഇടും. റബ്ബറിന് അങ്ങനെയാണ് വളമിടുക. റബ്ബറിന് വേര് മുറിയാൻ പാടില്ല, ഇതിന് പേര് മുറിയണം. രണ്ടും പല വൃക്ഷമാണ്, രണ്ടും വളരലാണ്. ബട്ട് 2 എന്ന് പറഞ്ഞ പോലെ ഈ ലോകത്തിൽ എല്ലാത്തിനും ഓരോ രീതികളുണ്ട്. അതുപോലെ ആത്മീയതയ്ക്ക് ഒരു രീതിയുണ്ട്. ഇപ്പം ദശാംശത്തെക്കുറിച്ചാണ് അങ്ങ് ചോദിച്ചത്. ദശാംശം കൊടുക്കേണ്ട പോലെ കൊടുത്താലേ 100 ഇരട്ടിയോ 7 ഇരട്ടിയോ, ഒരു സ്ഥലത്ത് 100 ഇരട്ടി പറയുന്നുണ്ട്. മർക്കോസ് 9:41, പ്രഭാഷകൻ 35 പറഞ്ഞ 7 ഇരട്ടി പ്രതിഫലം തരും. വേറെ അനേകം മടങ്ങെന്ന് പറയുന്നുണ്ട്. എവിടെയാണ്? മത്തായി 19:29 അനേകം മടങ്ങ്. അപ്പോൾ ഇങ്ങനെ പലതരത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ചുരുങ്ങി 7 ഇരട്ടി എടുക്കാം. പ്രഭാഷകൻ 35 7 ഓക്കെ. അത് കിട്ടണമെങ്കിൽ കൊടുക്കേണ്ട പോലെ കിട്ടാം. അതിൽ ഒന്നാമത്തെ പ്രൊസീജിയറാണ് ദശാംശം ദൈവത്തിൻ്റെതാണെന്നുള്ള ബോധ്യം വേണം. ഒരുപാട് പേരുടെ വിചാരം ദശാംശം കൊണ്ട് ആ ക്രെഡിറ്റ് നമുക്ക് സ്വന്തം എന്ന് പറയാൻ പാവം മാത്രമേ ഉള്ളൂ. 1 കൊരിന്ത്യർ 4:7 കർത്താവ് പറയില്ലേ, അതോടൊപ്പം തന്നെ എല്ലാം ദാനമായിരിക്കും. അതെ. അപ്പോൾ ഈ ദശാംശം ഇപ്പം ഞാൻ ലളിതമായി പറഞ്ഞുതരാം. ബ്രദർ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുക. മാസം ആ വീടിൻ്റെ ഉടമസ്ഥന് വാടക കൊടുക്കുന്നു. അയാളോട് കാണിക്കുന്ന കരുണയാണോ കടപ്പാടാണത്? കരുണയാണോ കടപ്പാടാണോ? മാസം ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുക, വാടക കൊടുക്കുന്ന ഉടമസ്ഥന്, അത് അയാളോട് കാണിക്കുന്ന കരുണയാണോ കടപ്പാടാണോ? കരുണയല്ല, കടപ്പാടുമല്ല. കടപ്പാടാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഉത്തരവാദിത്തം കടപ്പാട് ഒന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ഓക്കെ. കാരണം അയാളുടെ അധ്വാനം നമ്മൾ ആസ്വദിക്കുന്നു, പ്രത്യുപകാരമായിട്ട് നമ്മുടെ അധ്വാനത്തിൻ്റെ ഒരു പങ്ക് വാടകയാണെന്നുള്ള എന്ന് പറഞ്ഞ പോലെ ഇത് മുഴുവൻ ദൈവത്തിൻ്റെ ദാനാ. ഞാൻ ഒരു കണ്ണുപൊട്ടനായിട്ട് ജനിച്ചെങ്കിൽ എനിക്ക് അവിടെ ഓയിൽ കമ്പനി ജോലി ചെയ്യാൻ പറ്റുമോ? അല്ല 2 മത്തക്കണ്ണുണ്ട്, ഡെഫുണ്ടാവും, ചെവിടും കേൾക്കില്ല. നമുക്കുള്ള സകല നന്മകളും ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പം അതിൽ നിന്നുണ്ടായതിൻ്റെ ഒന്ന് ദൈവത്തുള്ളതാണ്. ഇതാണ്. അപ്പോൾ ഞാനൊരു സംശയം ചോദിക്കുന്നു. ഈ ദശാംശം എന്ന് പറയുന്നത്, ഈ ആദ്യമായിട്ട് ദശാംശം കൊടുത്തത് ഒരുപക്ഷെ യാക്കോബായിരിക്കും. എനിക്ക് അങ്ങ് തരുന്നതിന്റെ എല്ലാം 10-1 അബ്രാഹാം ഞാൻ നിനക്ക് തരും. ഓക്കെ. പക്ഷേ യാക്കോബാണ് ഇത് കൃത്യമായിട്ട് ഈ 10-1 എന്നൊക്കെ പറയും. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ വാസ്തവത്തിൽ? നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ അതിനെ പറഞ്ഞുകൂടെ? നീ എനിക്ക് 100 രൂപ തരിക, ഞാൻ നിനക്ക് 10 രൂപ തരാം. അങ്ങനെ ആവാൻ പാടില്ല. അത് ദൈവത്തിന് എന്താ കൈക്കൂലി കൊടുക്കലോ? പ്രഭാഷകന്റെ പുസ്തകത്തിൽ കർത്താവിന് ഒരിക്കലും കൈക്കൂലി നടന്ന ദശാംശത്തെക്കുറിച്ച് പറയണത് 9, 10, 12, 12, 13 വാക്യത്തിൽ കർത്താവിന് ഒരിക്കലും കൈക്കൂലി അതല്ല. തന്നാലില്ലെങ്കിൽ നമ്മൾ കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോഴാണ്, അതാണ് ദൈവത്തോട് കാണിക്കുന്ന സ്നേഹം. മറ്റത് സ്നേഹമല്ല, അത് എന്താ പറയാ, ഇന്നത്തെ ആത്മീയതയുടെ ഒരു പരാജയം. നമ്മുടെ ഒരു നന്ദി പ്രകാശനം പോലെ നമ്മൾ കൊടുക്കുന്നു. അതെ, തന്നതിന് കൊടുക്കുക. പിന്നെ വാസ്തവത്തില് ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ ദശാംശത്തിന്റെ കണക്കൊന്നും അല്ലല്ലോ അവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം സ്നാപയോഹന്നാൻ പറഞ്ഞു 50-50 കൊടുക്കുക. ഈശോ അതിനപ്പുറം കടന്നു പറഞ്ഞു നിനക്കുള്ളത് കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് നിനക്കൊന്നുമില്ല, എല്ലാം ദാനമാണ്. അപ്പൊ അവിടെ നീ ദശാംശത്തിന്റെ കണക്കോ അല്ലെങ്കിൽ പകുതിയുടെ കണക്കോ ഒന്നുമല്ല. പക്ഷേ ആവശ്യം പറഞ്ഞു ചെയ്യുക എന്നുള്ള പഴയ നിയമത്തിനെ ഇല്ലാതാക്കാനല്ല ഈശോ വന്നിരിക്കണേ, പൂർത്തീകരിക്കാൻ. പഴയ നിയമത്തെ പൂർത്തീകരിക്കുക, ഈ വാക്ക് തന്നെ പറയുന്നുണ്ട്, പൂർത്തീകരിക്കാനാണ്. അപ്പൊ പഴയ നിയമത്തിലൊന്നും ഉള്ളതൊന്നും കാലഹരണപ്പെട്ടിട്ടില്ല. മിനിമമാണ് ഞാൻ പറയണേ, മാക്സിമം നമ്മുടെ കർത്താവ് പറഞ്ഞു തന്നെ. നമ്മൾ ഒന്നും കൊടുക്കാത്തതിൽ ഭേദം, അതുകൊണ്ടൊരു മാർജിനും വെച്ചിരിക്കുന്നു. ദശാംശം. അതെ, മിനിമം. പിന്നെ കൂടുതൽ കൊടുക്കണം. ഞാനും ദൈവത്തിന്റെ കരുണയാൽ
ഇതൊക്കെ വലിയ അനുഗ്രഹ അവസരം തന്നെ. പലപ്പോഴൊക്കെ 10 ഒതുങ്ങാറില്ല. അങ്ങനെ വരാം. അപ്പം അങ്ങയുടെ ശുശ്രൂഷകളിലേക്കൊക്കെ ഈ മുഴുവൻ സമയവും പിന്നെ ശുശ്രൂഷയിലേക്ക് വന്നത് എങ്ങനെ? ദുബായിലെ ജോലിയൊക്കെ വേണ്ടത്? 2001 ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് അടയ്ക്കും. കുറേ ഇപ്പോൾ ഓയിലിന് വില കുറഞ്ഞപ്പോൾ കുറേ ഡിപ്പാർട്ട്മെൻറ്റുകൾ അടച്ചപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അടയ്ക്കാനിടയായി. ഉടനെ ഒരു ജപ്പാൻ ഓയിൽ കമ്പനി എന്നെ വിളിച്ചു. പക്ഷേ അതിനിടയ്ക്ക് അപ്പോൾ അന്നത്തെ കുറേ കാലങ്ങളായിട്ട് ഷെഡ്യൂൾ എങ്ങനെയാണെങ്കിൽ 28 ദിവസം ജോലിയാണല്ലോ വീടിന് വേണ്ടി. ബാക്കി 28 ദിവസം ഇവിടെ കുറേ ധ്യാനങ്ങൾ ഇങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ട്. ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഓരോ വർഷത്തിൽ. അപ്പോൾ ഒരു മാസം ദുബായിൽ ജോലി ചെയ്യുക, ഒരു മാസം കേരളത്തിൽ വന്ന് വേല ചെയ്യുക. അങ്ങനെയായിരുന്നു. അതെ, അങ്ങനെയായിരുന്നു. അപ്പം കുറേ ധ്യാനങ്ങൾ ഷെഡ്യൂൾ. ഏത് കാലഘട്ടമായിരുന്നത്? അത് 89 തൊട്ട് 2000 വരെ, 2001 വരെ നിർത്തണം വന്നില്ല. അത് 89 തൊട്ടാണ് ആദ്യം ഗലീലയിൽ ഒരു 5 ദിവസത്തെ ധ്യാനം. അങ്ങനെയാണ്. പിന്നെ അങ്ങനെ വടവണ അങ്ങനെ തുടങ്ങി. ആദ്യം അച്ഛൻ്റെ കീഴിലായിരുന്നു, ഷാജൻ തേർമട അച്ഛൻ. പിന്നെ അച്ഛന് വയ്യാണ്ടായി. അപ്പോൾ പിന്നെ സൈമൺ ഇടക്കൂർ അങ്ങനെ അങ്ങോട്ട് പോയി. കുറേ അതായി. എല്ലാം ഓരോ ധ്യാനഗുരുക്കന്മാരുടെ കീഴിൽ ചെയ്തിട്ടുള്ളതാണ്, സ്വയമായിട്ടല്ല. ഏതെങ്കിലും ഒരു ധ്യാനഗുരുവിൻ്റെ കീഴിലാണ്. ബ്രദർ ചോദിച്ച പോയിന്റിലേക്ക് കുറേ ധ്യാനങ്ങൾ ഞാൻ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായി. അപ്പോൾ പുതിയ കമ്പനിയിൽ പുതിയ ജപ്പാൻ കമ്പനിയിൽ ജോലി കിട്ടിയപ്പോൾ അവരുടെ ഷെഡ്യൂൾ ഇങ്ങനെയല്ല. 3 മാസം ജോലി ചെയ്താൽ 1 മാസം ലീവ്. അപ്പോൾ എനിക്ക് ഈ ധ്യാനങ്ങളൊക്കെ ക്യാൻസൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ എടുത്തില്ല. പിന്നെ അങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ ജോലി വേണ്ട അച്ഛൻ, ജോലി വേണ്ട, അങ്ങനെയാണ് ഇറങ്ങിയത്. അത് വളരെ സുപ്രധാനമായ ഒരു തീരുമാനമായി. കാരണം വലിയ ഒരു ശമ്പളം കിട്ടുന്ന ആ ജോലിയിൽ നിന്ന് ഈ പറഞ്ഞ പോലെ 3 മാസത്തിൽ പിന്നെ 1 മാസം ലീവ് ഉള്ളെങ്കിൽ അതുകൊണ്ട് എൻ്റെ ധ്യാനങ്ങൾ തടസ്സം. അതെ, തീർച്ചയായിട്ടും എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ എളിമയോടെ ആണെങ്കിലും സന്തോഷത്തോടെ പറയാൻ പറ്റും. അതെ, അങ്ങനെയുണ്ട്. അപ്പോൾ വേണ്ട വെച്ചു. പിന്നെ ഫുൾ ടൈമറായി. ഒരുപാട് ഞെരുക്കുണ്ടായി. ഞെരുക്കെന്ന് പറഞ്ഞാൽ ഈ ജോലി ഉള്ളപ്പോൾ വരുമാനം ഉണ്ടെങ്കിലും അതനുസരിച്ച് ഇങ്ങനെ അനിയന്മാരെ പെങ്ങളെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ. സുവിശേഷവേലയിൽ നിന്ന് അതിന് പ്രതിഫലമൊന്നും പറ്റിയിരുന്നില്ലല്ലേ? ഇല്ല, ഞാൻ കഴിയുന്നും പറ്റാം. ഒരു കുറേ കാലം 30 വർഷത്തോളം പറ്റിയിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ധ്യാന എല്ലാം ഓരോ ധ്യാന കേന്ദ്രത്തിൻ്റെ കീഴിലല്ലേ. അപ്പോൾ ഒരു ധ്യാനഗുരു പറഞ്ഞു, ഇപ്പോൾ നിങ്ങളെല്ലാവരും ഒരു സെഷനായ ധ്യാനഗുരു ബ്രദറെ ഇങ്ങനെ ഫ്രീ ആയിട്ട് പാടില്ല, അപ്പോൾ മറ്റുള്ളവർക്ക് പ്രയാസമാണ്. അതുകൊണ്ട് ചെറിയൊരു അങ്ങനെ 500 രൂപ ഒരാഴ്ചയിലത്തെ ധ്യാനത്തിന് 500 രൂപ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ പെട്രോൾ അടിക്കാൻ അങ്ങനെ തുടങ്ങി. ഇപ്പോഴും ഈ പ്രേക്ഷിതർ ഓരോ ഇടവേള പ്രേക്ഷിതരൊക്കെ ഉണ്ടാവല്ലോ. ഇപ്പോൾ ധ്യാനം വയ്ക്കും, അവിടെ കാശില്ലാത്ത കാരണത്താൽ നിങ്ങൾ ധ്യാനം വയ്ക്കാതിരിക്കരുത്, ഞാൻ ഫ്രീ ആയിട്ട് നടത്തിയത്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ 2 വർഷമായിട്ടില്ലല്ലോ കോവിഡായിട്ട്, അതിന് മുമ്പ് വരെ പല ഇടവേലും ഫ്രീ ആയിട്ട് അവർ ഇല്ലെങ്കിൽ ഞെരുക്കുണ്ടെങ്കിൽ. പിന്നെ ഞാൻ താമസിച്ചുള്ള ധ്യാനം കർത്താവിൻ്റെ കരുണയാൽ നടത്താൻ അവസരം കിട്ടാറുണ്ട്. അവിടെയും പൈസ ഇല്ലാത്തതുകൊണ്ട് ആരും ധ്യാനം കൂടാതിരിക്കണ്ട. അപ്പോൾ റാഫേൽ ബ്രദറെ, നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അങ്ങേക്ക് ഇനി ഒത്തിരി അനുഭവങ്ങൾ പറയാനായിട്ടുണ്ടാകും. അങ്ങേ ദൈവം നടത്തിയ വഴികൾ, അങ്ങയുടെ കുടുംബജീവിതത്തിലേക്കൊന്നും നമ്മൾ ഇതുവരെ പ്രവേശിച്ചിട്ടില്ല. നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ അത് പങ്കുവയ്ക്കാം. അതുവരെ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കും. വെൽക്കം. താങ്ക് യു.